ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇസ്രായേലിൻ്റെ കഷ്ടകാലമാണത് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. ആ കഷ്ടകാലത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ലെബനോണിൽ നിന്നും ശരിക്കും കിട്ടിയിട്ടുണ്ട്. ലെബനോണിലെ ഒരു പഴയ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറിയ ഈ IDF സംഘത്തെ 4 വശത്തു നിന്നും വളഞ്ഞിട്ടാണ് ഈ ഹൈസ്ബുള്ള ആക്രമിച്ചത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും അനേകം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് ഇൻ്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിൽ കൂട്ടം നിലവിളിയായിരുന്നു ഇന്നലെ. ഇതിനകത്തുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ 5 or 6 പേര് കൊല്ലപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മളതിനകത്ത് കാര്യമായിട്ട് എടുക്കുന്നത്. പക്ഷേ ഈ മരിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. ഈ കയ്യും കാലും ഇല്ലാതെ നടുവ് തളർന്ന് തലയില്ലാതെയും വീട്ടിൽ പോയി കിടന്നിട്ട് എന്താണ് പ്രയോജനം? ഒന്നാമത് അധികം ആളില്ല, ഇസ്രായേലൊന്നും അധികം ആൾക്കാരില്ല. ഇത് നോക്കാനും പഠിക്കാനും ആളില്ല. സർക്കാരിന് ഇവരെല്ലാം ബാധ്യതയാണ്. ഈ പട്ടാളക്കാർ യുദ്ധം ചെയ്യാൻ പോയവരൊക്കെ യുദ്ധം ഇന്നോ നാളെ അങ്ങ് നിൽക്കും. പക്ഷേ ഇവരോ കാലങ്ങളോളം ഇത് രക്തസാക്ഷിയെപ്പോലെ ഇവരിങ്ങനെ മുന്നിലിങ്ങനെ കിടക്കുകയായിരിക്കും. ഈ പരിക്ക് പറ്റിയവരെല്ലാവരും യുവതലമുറയാണ് ഈ യുദ്ധത്തിന് പോകുന്നത്. അവരെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടാണ് യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോയിരിക്കൊണ്ടിരിക്കുന്നത്. ഓരോ യുദ്ധങ്ങളും അങ്ങനെയാണ്. യുവതലമുറയ്ക്കാണ് നാശങ്ങൾ ഉണ്ടാക്കുന്നത്. വയസ്സന്മാരല്ല, വയസ്സന്മാർ മരിച്ചാൽ പൊക്കോട്ടെ. ചെറിയ പിള്ളേരെ യുദ്ധത്തിലേക്ക് ഇറക്കി വിട്ടിട്ട് അവർക്ക് പരിക്ക് പറ്റി വീട്ടിൽ വന്ന് കയറുകയാണ്. ഇപ്പോഴത്തെ കാലം നമുക്കെല്ലാം അറിയാം. 1-2 പിള്ളേരാണ് ഓരോ വീട്ടിലുള്ളത്. ആ വീട്ടിലെ പിള്ളേരെ മുഴുവൻ പരിക്കേൽപ്പിച്ച് വീട്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ കുലം നിലനിൽക്കുന്നത്? ആ ഒരു ചിന്താബോധം ഒരിക്കലും ജൂതർക്കില്ല എന്നുള്ളതാണ് സത്യം. ഗവൺമെൻറ്റിന് യുദ്ധം ജയിക്കുക എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അതിലൂടെ രാജ്യത്തിൻ്റെ അഭിമാനവും ഇതെല്ലാം വർദ്ധിപ്പിക്കണം. പക്ഷേ സാധാരണക്കാർക്ക് സംഭവിക്കുന്നത് വൻ നഷ്ടമാണ്. ഒരു വീട്ടിൽ ആകപ്പാടെ ഒരു മകനുണ്ടാവും, പട്ടാളത്തിൽ ചേർന്ന് അവൻ തളർന്ന് വീട്ടിൽ വന്ന് കിടക്കുകയാണെങ്കിൽ അതോടെ ആ വീടിൻ്റെ കാര്യം കഷ്ടമായി. അപ്പോൾ ഇസ്രായേലിന് ഭാവിയിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ അപകടം ഇത് തന്നെയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരായി ഇപ്പം തന്നെ വീടുകളിൽ ആശുപത്രികളിലുമായിട്ട് കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഗസക്കാരാ ഭാഗ്യവാന്മാർ, അവർ മരിച്ചു പോവുകയാണ്. ഇസ്രായേലിൻ്റെ ഗോലാൻ ബ്രിഗേഡിൻ്റെ 51-ാം ബറ്റാലിയനാണ് ഇത്തരം വലിയ നഷ്ടം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹിസ്ബുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ യുദ്ധത്തിൻ്റെ 2ാം ഘട്ടം ആരംഭിച്ചിരിക്കുകയാണെന്ന്. ഈ 2ാം ഘട്ടം ആരംഭിച്ചിരിക്കുന്നത് നമ്മളെല്ലാം കണ്ടു. കനത്ത നാശമാണ് ഇസ്രായേലിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഗോലാൻ കുന്ന് മാത്രമല്ല, അപ്പർ ഗലീലി, ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെല്ലവീവ് ഉൾപ്പെടെ ഇസ്രായേലിൻ്റെ എല്ലാ ഭാഗത്തും കനത്ത ആക്രമണമാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പരാതിപ്പെട്ടിരിക്കുകയാണ്, ഇപ്പോൾ ഹിസ്ബുള്ള ആക്രമിക്കുന്നത് ഞങ്ങളുടെ സിവിലിയന്മാരെയാണെന്ന്. അപ്പം അങ്ങനെ ഒരു പരാതി ഉന്നയിക്കാൻ ഇവർക്ക് എന്താ അവകാശം? ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ലേ? അതോ ജൂതരുടെ ജീവന് മാത്രമേ വിലയുള്ളൂ? അപ്പം അടിക്കടി തിരിച്ച് അവരാദ്യം കൊടുത്തത് തിരിച്ചിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നെതന്യാഹുവിന് നിലവറയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തത്. അയാൾ നിലവറയിലാണ്. നെതന്യാഹു എന്താ പറഞ്ഞത്? യഹിയ സിൻവാർ നിലവറയ്ക്കുള്ളിൽ മാളത്തിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണെന്ന്. അങ്ങനെ പറഞ്ഞ് നെതന്യാഹുവിന് ഇപ്പം മാളത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ മാർഗ്ഗമില്ല. ഒരു മാളമല്ല, ഒരു മാളത്തിൽ നിന്നും മറ്റൊരു മാളത്തിലേക്ക് മാറി നിൽക്കണമെന്നാണ് പുള്ളിയുടെ സുരക്ഷാ തലവന്മാർ തന്നെ പറയുന്നത്. ഒരിടത്തൊന്നും ഇരിക്കരുത്, നിങ്ങളെവിടെ ഇരിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗത്ത് കൊണ്ടുപോയിട്ട് അടിച്ച് നിങ്ങളെ തീർത്ത് കളയും. അതുകൊണ്ട് ജീവൻ വേണമെങ്കിൽ ഇങ്ങനെ ഓട്ടിക്കൂ. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നെതന്യാഹു അധികം നാളും ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നിലെ ജൂതം കൊല്ലും, അല്ലെ ശത്രുക്കൾ കൊല്ലും. ആരെങ്കിലും ഒരാൾ ഇയാളെ തീർക്കും, അത് ഉറപ്പ് തന്നെയാണ്. അതോടൊപ്പം മറ്റൊരു വാർത്തയും കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ഹമാസിൻ്റെ ഒരു പുതിയൊരു അഭ്യർത്ഥനയാണ്. അത് അറബ് രാജ്യങ്ങളോടാണ്. അറബ് രാജ്യങ്ങളെന്ന് മാത്രം പറയാൻ കഴിയില്ല, ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളോടും തന്നെയാണത്. നിങ്ങളുടെ തലസ്ഥാനത്തും നിങ്ങളുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആൾ കൂടുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ വംശഹത്യക്കെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ബഹുജന മാർച്ചുകൾ സംഘടിപ്പിക്കാൻ ഹമാസ് എല്ലാവരോടും അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അതായത് സയണിസ്റ്റിനെ പിന്തുണയ്ക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും എംബസികളെ പ്രതിരോധിക്കാനും പ്രത്യേകം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ലോകത്തിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. കാരണം അത്രയധികം വംശഹത്യയാണ് ഈ ജൂതർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അങ്ങനെ ഒരു സഹായം ചെയ്യണം എന്ന് ഹമാസ് ലോകത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു പ്രതിഷേധം കൂടി ഇസ്രായേലിൽ നടന്നിട്ടുണ്ട്. ഷുദാഫോത്തുൽ ലുഷേറത്ത് എന്ന് പറഞ്ഞൊരു വനിതാ സംഘടന ആയിരക്കണക്കിന് ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ പ്രതിഷേധമാണ് ഇസ്രായേലിൽ നടത്തിയത്. അത് യുദ്ധത്തിനെതിരല്ല. ഇസ്രായേലി പാർലമെൻറ്റിൽ പുതിയൊരു ബില്ല് പാസ്സാക്കാൻ ഗവൺമെൻറ് ശ്രമിച്ചതാണ് കാരണം. അതിത്രയേ ഉള്ളൂ. ഇസ്രായേലിലെ ഹറേദി വിഭാഗക്കാർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അവർ ഈ പുരോഹിതരാണ്. അവർക്ക് സർക്കാർ പ്രത്യേക ആനുകൂല്യങ്ങളും
പ്രത്യേക പാഠ്യപദ്ധതികൾ വരെ അവർക്കുണ്ട്. അവരാരും യുദ്ധത്തിലോ സൈനിക സേവനത്തിലോ ഒന്നും പങ്കെടുക്കേണ്ടതില്ല എന്നൊരു ബില്ലാണ് ഗവൺമെൻറ് അവർക്ക് അനുകൂലമായി പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അതിനെതിരായിട്ടാണ് ഈ വനിതാ സംഘടന പ്രശ്നം ഉണ്ടാക്കിയത്. അവർ പറയുന്നത് രാജ്യം ഒരു പ്രശ്നം നേരിടുമ്പോൾ ഇവിടെ വലിയവനും ചെറിയവനൊന്നുമില്ല, ഇവിടെ സവർണനുമില്ല അവർണനുമില്ല. പുരോഹിതന്മാരൊക്കെ ആരാധന നടത്തണമെങ്കിൽ അതിന് ആരാധനാലയങ്ങൾ വേണ്ടേ? അത് മറ്റുള്ളവർ കയറി അടിച്ച് പൊളിച്ച് കളഞ്ഞാൽ എന്ത് ചെയ്യും? സൈനിക സേവനത്തിലും യുദ്ധത്തിലും ഒന്നും പ്രത്യേക ആനുകൂല്യമൊന്നും ആർക്കും കൊടുക്കേണ്ടതില്ല. എല്ലാവരും ഒരുമിച്ച് പണിയെടുക്കണം. രാജ്യം ഒരു വിഷമഘട്ടത്തിലെത്തുമ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കേണ്ടത്. അവിടെ പ്രത്യേക ആൾക്കാർക്ക് ആനുകൂല്യമൊന്നും കൊടുക്കേണ്ടതില്ല എന്നും പറഞ്ഞാണ് വലിയ പ്രതിഷേധം അവർ സംഘടിപ്പിച്ചത്. അതുപോലെ തന്നെ ഇസ്രായേലിലെ പ്രമുഖ പത്രമായ ഹാരറ്റ്സിൻ്റെ ലേഖകൻ അമോസ് ഹാരയിൽ പറഞ്ഞിരിക്കുന്നത് ഈ നെതന്യാഹുവും സംഘവും ഷിൻമെറ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു പിൻസർ സംഘമായി പ്രവർത്തിക്കുകയാണെന്നാണ്. അതായത് സ്വന്തം രാജ്യത്തെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ ഷിൻബെറ്റ് എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഈ സുരക്ഷാ സംഘമാണ്. അതിന് ISA എന്നൊരു ചുരുക്കപ്പേരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി സ്വന്തം നാട്ടിലെ പ്രതിഷേധക്കാരെ തന്നെ അടിച്ചമർത്തേണ്ട വേറൊരു ജോലിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ വ്യാപകമായ പ്രതിഷേധം അകത്തും പുറത്തുമൊക്കെ ഉണ്ടെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഒരു യുദ്ധം എങ്ങനെയൊക്കെയാണ് രാജ്യത്തിന് കെടുതികൾ വരുത്തുന്നത് എന്നാണ് നാം ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. എല്ലാ യുദ്ധങ്ങൾക്കും ഇത് ബാധകമാണ്. മനുഷ്യജീവനും പരിക്കുകളും സാമ്പത്തിക നഷ്ടവും ജനങ്ങൾ തമ്മിൽ മാനസികമായിട്ടുള്ള പൊരുത്തമില്ലായ്മയും ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ് യുദ്ധത്തിലൂടെ ഓരോ രാജ്യങ്ങളും സമ്പാദിച്ചു വെക്കുന്നത്. ഇതുവരെ പാശ്ചാത്യ ലോകം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.